കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കർഷകരെ ദ്രോഹിക്കുന്ന നടപടികളാണ് സ്വീകരിച്ചു വരുന്നതെന്ന് DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ്. കുണ്ടേരി കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെറുപുഴ പഞ്ചായത്ത് പ്രസിഡന്റിനും കോൺഗ്രസ് പഞ്ചായത്ത് അംഗങ്ങൾക്ക് നൽകിയ സ്വീകരണത്തിൽ പ്രസംഗിക്കുകയായിരുന്നു മാർട്ടിൻ ജോർജ്. സാമ്പത്തിക പ്രതിസന്ധി മൂലം ആയിരക്കണക്കിന് കർഷകരാണ് ബാങ്കുകളിൽ നിന്ന് എടുത്ത വായ്പ തിരിച്ചടയ്ക്കാനാകാതെ ബുദ്ധിമുട്ടുന്നത്. എന്നാൽ ഇവരെ സഹായിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കാൻ ഇരു സർക്കാരുകളും തയ്യാറാകുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു. കാലഘട്ടങ്ങളിൽ നിങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ ബാങ്കുകൾ ഇപ്പോൾ എല്ലാ ബാങ്കുകളും ജപ്തിയാണ്. ഇവിടെ ഇരിക്കുന്ന പലർക്കും അത്ര നോട്ടീസ് ജപ്തി. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേന്ദ്രത്തിൽ ഭരിക്കുന്ന കാലഘട്ടങ്ങളിൽ കർഷകർക്ക് ജപ്തി നടപടികളിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലോൺ എടുത്തവരുടെ കടങ്ങൾ എഴുതി തള്ളിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഈ കാലഘട്ടം നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തെങ്കിലും എഴുതി തള്ളാനോ അല്ലെങ്കിൽ അവരുടെ പ്രയാസങ്ങൾ കാണാനോ സാധിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കണം. ഈ കോവിഡിൻ്റെ സമയത്തൊക്കെ ഒരു കൂലിയും ഇല്ലാതെ നടന്നവർക്കൊക്കെ ജപ്തി നടപടിയിലേക്ക് അതിനുശേഷം വന്നപ്പോൾ അതിനെ സഹായിക്കുന്ന ഒരു സമീപനം പിണറായി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ വന്നിട്ടില്ല. ഈ കോവിഡ് ഒന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ തന്നെ മൻമോഹൻ സിംഗിൻ്റെ കാലഘട്ടത്തിൽ ഒരുപാട് കടങ്ങൾ എഴുതി തള്ളിയത് നമ്മൾ കണ്ടതാണ്. നരേന്ദ്രമോദി വന്നു എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? പിണറായി വിജയൻ വന്നു ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ? ഇതൊന്നും നടപ്പിലാക്കാൻ പറ്റാത്ത പ്രയാസങ്ങൾ കാണാനോ അത് കേൾക്കാനോ അതിന് പരിഹാരമുണ്ടാക്കാനോ ഈ രണ്ട് ഗവൺമെന്റുകൾക്കും സാധിക്കുന്നില്ല. പിണറായി വിജയൻ തിരിഞ്ഞു നോക്കുന്നില്ല. നിങ്ങൾ അത് ആശാവർക്കറായാലും അംഗൻവാടി ടീച്ചറായാലും നിർമ്മാണ തൊഴിലാളികളായാലും ഖാദി തൊഴിലാളികളായാലും അവർക്കൊന്നും ഒരു രൂപ പോലും ഈ സർക്കാർ വന്നതിന് ശേഷം കൂട്ടിക്കൊടുത്തിട്ടില്ല. അതാണ് നമ്മൾ പരിശോധിക്കേണ്ടത്. ക്ഷേമ പെൻഷൻ്റെ അവസ്ഥ എന്താണ്? നിങ്ങളതിന് പരിശോധിക്കണം. ഇപ്പോൾ ഇലക്ഷൻ വന്ന അതിനൊരു മാസം മുമ്പ് പലിശ കൂട്ടിക്കൊടുക്കാൻ വേണ്ടി എവിടുന്ന് ഈ ഗവൺമെൻറ് ഖജനാവ് കാലിയാക്കിയിരിക്കുകയാണ്. അനാവശ്യത്തിന് വേണ്ടി നിങ്ങളൊന്ന് ആലോചിക്കണം. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും നവകേരള യാത്ര 10-20 കോടി രൂപ ആണ് അത് ചെലവാക്കിയിരിക്കുന്നത്. ഒരു ബസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പിണറായി വിജയൻ ഉള്ള ബസ്. അതിനകത്ത് എല്ലാ ആധുനിക സൗകര്യങ്ങളും, ലിഫ്റ്റ്, മറ്റ് ബാത്റൂം സൗകര്യങ്ങളെല്ലാം ഒരുക്കിക്കൊണ്ടുള്ള ആധുനിക രീതിയിലുള്ള ഒരു ബസ്, കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചുകൊണ്ടൊരു ബസ് ഇവിടെ ഉണ്ടാക്കിയെടുത്ത്. ആ ബസ് ഐഡിയ ഉള്ളത് അത് പൊളിച്ചു കളഞ്ഞു. എത്ര രൂപ സാധാരണക്കാരൻ? യൂത്ത് കോൺഗ്രസ് പയ്യന്നൂർ നിയോജക മണ്ഡലം സെക്രട്ടറി P. പ്രതീഷ് അധ്യക്ഷനായി. പഞ്ചായത്ത് പ്രസിഡന്റ് ലൈസമ്മ പനക്കൽ, വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി, P. സുരേന്ദ്രൻ, മകേഷ് കുന്നുമ്മൽ, തങ്കച്ചൻ കാവാലം, A. ബാലകൃഷ്ണൻ, മനോജ് വടക്കൽ, PP ബാലകൃഷ്ണൻ, TP ചന്ദ്രൻ, നിഷ ബാലകൃഷ്ണൻ, പ്രണവ് കനേള, അനീഷ് ആന്റണി, KD പ്രവീൺ, ലീന ഇമ്മാനുവൽ, പ്രിൻസ് വെള്ളക്കട, സനോജ്, പ്രസാദ് ബാലകൃഷ്ണൻ അവിടത്ത്, കുഞ്ഞിക്കണ്ണൻ പോത്തേര എന്നിവർ പ്രസംഗിച്ചു. ഞങ്ങൾക്ക് നൽകിയ ഈ സ്നേഹത്തിനും അംഗീകാരത്തിനും എൻ്റെ ഈ ഒരു സഹപ്രവർത്തകരുടെയും പേരിൽ ആദ്യം തന്നെ നന്ദി അറിയിക്കുകയാണ്. ഞങ്ങൾക്ക് നൽകിയ ഈ ആദരവ് ജനപ്രതിനിധികളായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വത്തോടെ മുന്നോട്ട് നയിക്കുന്ന ശക്തിയും ഊർജവുമാണ്. ഞങ്ങളിവിടെ ജയിച്ചു വന്നത് കേവലം അധികാരത്തിലിരിക്കാനല്ല, മറിച്ച് ജനങ്ങളുടെ ക്ഷേമ പ്രവർത്തനത്തിനും ഈ നാടിൻ്റെ വികസന പ്രവർത്തനത്തിനുമാണെന്നുള്ള ബോധ്യം എപ്പോഴും ഞങ്ങൾക്കുണ്ട്. ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ. മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചിയറിയുന്ന വൈവിധ്യങ്ങളുടെ സ്വർണ്ണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി. സ്വർണ്ണ വ്യാപാര രംഗത്ത് 25 വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം. നവീന രീതിയിലുള്ള ഡിസൈനുകൾ, വിപുലമായ ശേഖരം, വിശ്വസ്തത. മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം. സോനാങ്കോട്, ചെറുപുഴ, പാടിയൊട്ടിച്ചാൽ, ആലക്കോട് ആൻഡ് വെള്ളരിക്കുണ്ട്.